ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയിരിക്കുകയാണ് സണ്ണി ജോസഫ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ തത്സമയ ദൃശ്യങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയിരിക്കുകയാണ് സണ്ണി ജോസഫ്. നേരത്തെ അദ്ദേഹം കെ കരുണാകരന്റെ കല്ലറയിൽ സ്മൃതി മണ്ഡപത്തിൽ എത്തി പുഷ്പാർച്ചന നടത്തിയിരുന്നു. ഇപ്പോൾ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയിരിക്കുകയാണ്. ഈ നേതാക്കളുമൊക്കെയായി വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ്, നേതാവ് കൂടിയാണ് സണ്ണി ജോസഫ്. അദ്ദേഹം നാളെയാണ് ചുമതലയേൽക്കുന്നത്. അതിന് മുന്നോടിയായാണ് അന്തരിച്ച മുതിർന്ന നേതാക്കളുടെയൊക്കെ സ്മൃതി കുടീരങ്ങളിലെത്തി പുഷ്പാർച്ചന അർപ്പിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം മറ്റ് KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിച്ച നേതാക്കൾ കൂടിയുണ്ട്. സണ്ണി ജോസഫ്, അനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. ഷാഫി പറമ്പിലൊക്കെ ഉണ്ട്. കൂടാതെ ചാണ്ടി ഉമ്മനുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ട്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി അദ്ദേഹം അവിടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. ഇനി മാധ്യമങ്ങളോട് സംസാരിക്കുമോ? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അനുജ, മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി നാളെ തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് മുൻപ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ചാണ്ടിയുമ്മൻ അടക്കമുള്ളവർ അതിന് സമ്മതം മൂളുകയും ഇവിടേക്ക് എത്താമെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അല്പസമയത്തിന് മുമ്പ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിനോടൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ളവർ കൂടി എത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പിലുണ്ട്, അതുപോലെ തന്നെ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ എത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിലുള്ള പ്രമുഖ നേതാക്കൾ, അതോടൊപ്പം തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ, ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇരിക്കൂറിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ഈ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് രാവിലെ എത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും കോൺഗ്രസിന്റെ പുതിയൊരു നേതൃമാറ്റം, അത് ഉമ്മൻചാണ്ടിയുടെ കൂടി പിന്തുണ, അത് കേരളത്തിലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിനുള്ള ഉമ്മൻചാണ്ടിക്കുള്ള ഒരു സ്വാധീനം വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് സണ്ണി ജോസഫ്. അതുകൊണ്ട് തന്നെയാണ് ഈ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച് മടങ്ങണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിനെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ KPCC പ്രസിഡന്റ് സ്ഥാനം പ്രഖ്യാപനത്തിൽ വലിയ കല്ലുകടികളും വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ആളുകളെയും ഒറ്റക്കെട്ടായി അണിനിരത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് വലിയൊരു ജോലിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു നേതാവിന്റെ ഒരു സാന്നിധ്യം അദ്ദേഹത്തിന് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കല്ലറയിലേക്ക് എത്തി ഒരു പ്രാർത്ഥന നടത്തി മടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചത്. അദ്ദേഹത്തോടൊപ്പം നേതാക്കളെല്ലാം ഉണ്ട്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ സംസാരിക്കുകയാണ്. അതിനുശേഷം സണ്ണി ജോസഫും സംസാരിക്കുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് ഇവിടെ എത്തി പ്രാർത്ഥന നടത്തി മടങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പല നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഒരു പിന്തുണ തേടി ഇവിടെ എത്തുന്ന നേതാക്കളൊക്കെ നിരന്തരം കാണുന്ന ഒരു കാഴ്ചയാണ്. അതിന് സമാനമായ രീതിയിലാണ് പുതിയ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് സണ്ണി ജോസഫ് കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അനുജ, നിയുക്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. അദ്ദേഹത്തിനൊപ്പം KPCC വൈസ് പ്രസിഡന്റുമാരായി നിയമിച്ചവരും ഉണ്ട്. നാളെയാണ് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്നത്. ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ സണ്ണി ജോസഫിനൊപ്പം ഉണ്ട്.